എന്റെ ദൈവമേ, ഈ +2 പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കെട്ടിച്ചു വിടുന്ന അച്ഛനമ്മയും പറഞ്ഞേക്കണ്. ഈശ്വരാ, എന്റെ പ്രാർത്ഥന കേക്കണേ. +2 പരീക്ഷ 8 നിലയിലാണ്ട് പൊട്ടിച്ചു തരണേ. പോലെ എന്തിനാ ഉണ്ണിമൂന്നിന്റെ പോലെ ഉണ്ണിമൂന്നിനെ തന്നെ കിട്ടിയ കുഴപ്പമില്ല. പ്ലീസ് എന്റെ പ്രാർത്ഥന കേക്കട്ടെ. കർത്താവേ, പടച്ചോനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, പ്ലീസ്. മുത്തച്ഛൻ കേട്ടിട്ടില്ലേ? എന്തുവാ? ഒട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നു. അതെങ്ങനാ? എന്റെ ഇളയ മോള് സുമതിയുടെ മോളല്ലേ? ഇതല്ല, ഇതിനപ്പുറം അവള് കാണിക്കും. അപ്പൊ എന്റെ പ്രാർത്ഥന ബുൾസയ്യാ. എന്റെ പൊന്നു മുത്തച്ഛൻ, ഞാൻ വരാൻ വേണ്ടി യൂബർ ബുക്ക് ചെയ്തതാ. യൂബർ വൈകിയപ്പോ ഞാൻ ഓലയിലും ഇങ്ങോട്ട് വന്നത്. ഓല വരാൻ നീ അണ്ണാനൊന്നും അല്ലല്ലോ, എന്റെ മൂത്ത മോൻ സുശീലയുടെ മോളല്ലേടാ നീ. കാണിക്കട്ടെ പോ. നീ എന്താടി ഇവിടെ? ഞാൻ എന്റെ മുത്തച്ഛനെ നോക്കാൻ വന്നതാ. മുത്തച്ഛനെ നോക്കാൻ ഞാനുണ്ട്, നീ നിന്റെ വീട്ടിൽ പോ. ഹലോ മാൻ, ഈ കുടുംബത്തിൽ ഇളയ സന്തതി സുമതിയുടെ മോളാ ഞാൻ. ഞങ്ങൾക്കാണ് മുത്തച്ഛനെ നോക്കാനുള്ള സ്വാതന്ത്ര്യം. നിന്റെ അമ്മ കാണുന്നതിന് മുമ്പ് എന്റെ അമ്മയാണ് ഈ മുഖം കണ്ടത്, അറിയാവാ? ആഹാ, അപ്പൊ അതുവരെ ഈ മുഖം കാണാൻ വേറെ ആർക്കും കണ്ണില്ലായിരുന്ന? മുത്തച്ഛനേക്കുള്ള പൊളിച്ച് തെറിയാൻ പറയും. എന്തുവാണ് നീ അവിടെ പറയാൻ പോകുന്നത്? പറയാൻ പോണത് ഈ തെറി മുത്തച്ഛൻ കേൾക്കത്തോടെയാണ് നിന്നോട് ഞാൻ പറയുന്നത്. എന്റെ മുത്തച്ഛൻ കേട്ടില്ല. അയ്യോ, എന്തൊരു മുത്തച്ഛനോടുള്ള ബഹുമാനം. ഈ പാകളം പാകരുടെ മോളെ എന്റെ അച്ഛനോട് കൈ രണ്ടും കൂടെ എന്തിനാ ഇവിടെ വന്നത്? മുത്തച്ഛനെ നോക്കാൻ. എന്നെ നോക്കണ്ട, എന്നെ നോക്കാൻ എനിക്കറിയാം. എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്, എല്ലാ സ്റ്റാമിനും ഒക്കെ എനിക്കുണ്ട്. അയ്യോ എടാ, കൊച്ചുപോലെ എന്നെ പിടിച്ചൊന്ന് പോക്കടാ. മുത്തച്ഛനല്ലേ പറഞ്ഞ മുത്തച്ഛന് സ്റ്റാമിന ഉണ്ടെന്ന്. എടാ, രണ്ടുപേരും കൂടെ പോക്കിയാ ഞാൻ സോഫയിലൊന്ന് കിടത്തരായിരിക്കും. എടാ എന്റെ കൊച്ചു, അയ്യോ എന്നാ വടി പോക്കാം. 1 2 3 സ്റ്റാർട്ട്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ ചുംബം വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ മാറിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. അയ്യോ എന്റെ പോലെ എന്തൊരു വെയിറ്റാണോ. മുത്തച്ഛന് എന്റെ അമ്മോടാണ് കൂടുതൽ ഇഷ്ടം, ഇവന്റെ അമ്മേനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല. അതെന്താ? എന്റെ കണ്ണട, എന്റെ കണ്ണട, എന്റെ കണ്ണട, എന്റെ കണ്ണ് കാണുന്നില്ല. എന്റെ കണ്ണട, ആ കണ്ണട വെച്ചില്ല എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. പോണ നാരായണ മുമ്പേണോടാ? എടാ നോക്കട്ടെ, അത് നാരായണിയല്ലല്ലോ, അത് ദാശാരിയല്ല പോകുന്നത്. ഞാൻ പറഞ്ഞതല്ലേ ഉള്ളു. അവൻ പലതും പറയും. മുത്തച്ഛൻ ഞാൻ ചോദിച്ചതിനും പറ. എന്റെ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം, ഇവന്റെ അമ്മേനെയാണ് ഇഷ്ടം? എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല. അതെന്തോ? എടാ, പണ്ടെന്റെ കയ്യിൽ ഈ തള്ളവല്ലൊന്ന് പൊള്ളിയപ്പോഴേ എന്റെ ഭാര്യ പറഞ്ഞ് ഇതിനകത്ത് പാലോ തേരോ ഒഴിച്ചാ മതിയെന്ന്. പക്ഷെ എന്റെ രണ്ട് പെമ്മക്കള് നിങ്ങളെയൊക്കെ തള്ളമാരും അവരുടെ ഭർത്താക്കന്മാരും പറഞ്ഞു ഉജാലയെ വിരല് മുക്കിയാ മതിയെന്ന്. ഉജാല മുക്കിയെടുത്തപ്പോ മഷി കൂടി പോയെന്ന് പറഞ്ഞ് ഏതോ ഒരു പേപ്പർ തൊടുവിച്ചു. ഓരോ വന്നപ്പോ എന്റെ 10 സെന്റ് സ്ഥലം വീടും അങ്ങ് പോയി. എഴുത്തും വായനയില്ലാത്ത എന്നെ ഒരു പറ്റിക്കുമല്ലായിരുന്നു കൊച്ചുപോലെ. പൊന്നു മുത്തച്ഛൻ എഴുത്തും വായനയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇപ്പൊ ചില രാഷ്ട്രീയക്കാര് എഴുത്തും വായന അറിയാത്തവരാ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത്, അറിയാവോ? ആണോ? അവൻ പലതും പറയും, അതൊക്കെ പണ്ട് കേട്ടോ മുത്തശ്ശ. ഇപ്പൊ നമ്മള് കേരളത്തിൽ മുഖ്യമന്ത്രി വീഡിയാ. ഞാനും പണ്ട് വീഡിയായിരുന്നു. ആ വീഡിയല്ല, VD സതീശനാണെന്ന്. ആണോ? എന്തോരം മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാന്നറിയോ? അതെയോ? വേറെ കാര്യം അറിയോ? തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ നിന്ന് വിജയാണ് ഇപ്പൊ മന്ത്രി. എടാ പൊന്നു കൊച്ചനെ, തമിഴ്നാട്ടിലെന്നല്ല ഏത് നാട്ടിലാണേലും ഇലക്ഷനിൽ നിന്ന് വിജയിക്കുന്നവരാ മന്ത്രി. അല്ല പിന്നെ തോൽവിയെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ? ഈ തോൽവിന്ന് ഞാൻ ഇന്നാ ചെയ്യണത്. അതല്ലെന്ന്, ഞങ്ങളുടെ ദളപതി വിജയാണ് ഇപ്പൊ മുഖ്യമന്ത്രി. നാനടിച്ചാ താങ്ക മാട്ടെ, എന്നാളും മാസം തൂങ്ക മാട്ടെ, ഓടി പറയും വീട് കയറി സേറ മാട്ടെ. ഞാൻ ഒരു ആട്ടാറ്റി നീ അപ്പുറത്ത് പറമ്പിൽ പോയി കിടക്കും. മുത്തശ്ശൻ നോക്കി, ഇപ്പത്തെ പുതിയ നിയമം കണ്ട? കേരളത്തിലെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അയ്യോ അയ്യോ, എന്റെ ദൈവമേ,
പണ്ട് വണ്ടിക്കൂലി ഇല്ലെന്ന് പറഞ്ഞ് വല്ലപ്പോഴും വരുന്ന നിങ്ങളുടെ ആ മുത്തശ്ശി കട്ടപ്പനയുള്ള ഇനി എല്ലാ ദിവസവും വണ്ടി വിളിച്ച് എന്നെ വന്ന് ചീത്ത വിളിച്ച് എന്റെ ദൈവമേ. ഒരു സെക്കൻഡ് ഹായ് ബെസ്റ്റി മിണ്ടരുത് എന്റെ ബെസ്റ്റ് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടാ ഹലോ ബെസ്റ്റി എന്നുണ്ട് മുത്ത വിശേഷം സുഖമായിട്ടിരിക്കണോ എടീ കൊച്ചുമോളെ, എന്താ? ഈ ബെസ്റ്റ് എന്ന് വെച്ചാ എന്തുവാടി? എന്നെ മുത്തച്ഛ ബെസ്റ്റ് എന്ന് വെച്ചാ ഫ്രണ്ടിനും ലവറിനും ഇടയ്ക്കുള്ള ആളെയാണ് പറയണത്. ആ ഏറ്റവും കോട്ടന് മുന്നിലെ സെക്യൂരിറ്റി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അകത്തുമല്ല പുറത്തുമല്ല, അവിടുത്തെ കാശ് എടുക്കാനും പറ്റത്തില്ല. ഇവനെ ഈ തുള്ളി 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 ഇത് എങ്ങോട്ടാ ഈ പോകുന്നേ? മുത്തച്ഛ ആ പോക്ക് കണ്ട് കക്കൂസയ്ക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കക്കൂസി പോകുന്ന ഇവൻ എന്തിനാ മൊബൈൽ കൊണ്ടുപോകാനാ? എന്റെ മുത്തച്ഛ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ബാത്റൂമിൽ പോകുമ്പോ മൊബൈൽ ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നടക്കില്ല. ശരി കൊച്ചനെ, ഇവിടൊക്കെ വൃത്തികേടായി കിടക്കുന്ന കണ്ട ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തി കാണിക്കൂലേ? ഊറുമ്പോ കോടി കിടക്കുന്ന കണ്ട അത്. പക്ഷേ എനിക്ക് നോക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇപ്പൊ നെയ് പോളിഷ് ഇട്ടോളൂ. അങ്ങനെയാണ് അവിടെ ഉറുമ്പിന്റെ പൗഡർ ഇരിപ്പുണ്ട്, എടുത്തിട്ട് ഉറുമ്പൊക്കെ അങ്ങ് പോട്ടെ. എന്റെ മുത്തശ്ശ അതൊക്കെ ബാധ്യതയാവും. എന്തോ ബാധ്യത? ഇന്ന് ഉറുമ്പിന് പൗഡർ ഇട്ടോർത്താ നാളെ ലിപ്സ്റ്റിക് ഇട്ടോർത്തില്ല എന്നൊരു ഉറുമ്പുകൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? അയ്യോ, 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 അയ്യോ. എന്റെ ദൈവങ്ങളെ, എന്നെ അങ്ങ് മേലോട്ട് എടുത്തേക്കണേ. അങ്ങനെ അയ്യോ, ഈ മുത്തശ്ശനെ മേലോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. അതെന്നാ? എനിക്ക് മുത്തശ്ശന് എന്ത് ഇഷ്ടാന്നറിയോ? എന്താ കാര്യം സാധിക്കാണ്ട്? അയ്യോ അത് ഞാൻ മുത്തശ്ശന് മേലിൽ ഞൊട്ടട്ടെ. അയ്യോ, പണ്ട് നിന്റെ അമ്മ ഒന്ന് ഞൊട്ടയിടാൻ വന്നതാ. എന്റെ കയ്യിൽ 5 പോയിന്റ് മോതിരം കൊണ്ടുപോയത്. ശരി മോളെ ഞാൻ വിളിക്കാട്ടോ ഞാൻ വിളിക്കാം മുത്തച്ഛ ഓ. മുത്തച്ഛന് ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എനിക്കതാ, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കല്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലടാ. അപ്പുറത്തെ മുത്തച്ഛനെ കണ്ട് പഠിക്കണം. എന്തുവാ? മുത്തച്ഛന്റെ സെയിം പ്രായമുള്ള 30 മുത്തച്ഛന്മാരും കൂടി ഒരുമിച്ച് ചായ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഊഞ്ഞാലാടുന്നു. എന്ത് എന്റർടൈൻമെന്റ് ആണെന്നറിയോ അവര്? എവിടെയാ? അപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് എടാ, അത് വൃദ്ധസദനമാടാ പട്ടി. ആണോ എനിക്ക് അവിടേക്ക് ജോയിൻ ചെയ്തൂടെ? ഗുണകുരുത്തങ്ങനെ വരുമ്പോ എനിക്ക് ഇൻസുലിൻ എടുക്കാനുള്ള സമയമായി. ഞാൻ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കുന്നത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഇൻസുലിൻ എടുക്കാൻ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞില്ല ഇവിടെ നിർത്തിയിട്ടുള്ളത്. ശരി പെങ്ങളെന്ന നിലയ്ക്ക് നീങ്ങി വന്നേ. എന്തുവാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുവാ? ഈ സത്യം പറഞ്ഞ ഇൻസുലിൻ എവിടെ എടുക്കണത്? എടാ മാംസത്തുമല്ലാ തോന്നുന്നത്. എന്നാ പിടിച്ച് നിർത്തണേ. എന്റെ അമ്മ പറഞ്ഞു 3 എണ്ണം കുത്തണം. എന്റെ അമ്മ പറഞ്ഞ 4 കുത്തണമെന്നാ. 3 പറഞ്ഞത്. ശരി വഴക്ക് വേണ്ട. എന്താ? നീ ഇഷ്ടമുള്ള നിന്റെ അമ്മ പറഞ്ഞു കുത്തിക്കോ, ഞാൻ എന്റെ അമ്മ പറഞ്ഞു കുത്തും. അയ്യോ, 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 എന്റെ ദൈവമേ. അയ്യോ, കിരീട സിനിമയില് സേതുവാദവും പോലും കീറിക്കാട്ടെ ഇത്രയും കുത്തി കാണുന്നില്ല. എന്റെ ദൈവമേ, എന്തോന്നാണ് ഈ കാണിക്കുന്നത്? എടീ, മുത്തച്ഛൻ കുത്തുകൊണ്ട് വിഷമിച്ചിരിക്കുക. നീ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കും. എനിക്ക് വെള്ളം വേണ്ട, വെള്ളം വേണ്ടേ? കട്ടൻ ചായ മതി. എനിക്കും കട്ടൻ ചായ. പിന്നെ വാടാ മക്കളെ. മുത്തച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് മുത്തച്ഛൻ്റെ പറ. എന്റെ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ തരുന്നില്ല. എന്തുവാടാ? എനിക്ക് ബിസിനസ് തുടങ്ങാൻ ഇച്ചിരി പൈസ തരുമോ? ആ, നല്ലതാടാ. ആ. ഈ പ്രായത്തിലൊക്കെ, ഈ കൊച്ചു പ്രായത്തിലൊക്കെ ബിസിനസ് തുടങ്ങുന്നത് നല്ല. ആ. അല്ല, എന്ത് ബിസിനസ് നീ തുടങ്ങുന്ന? ഫസ്റ്റ് ലൈഫ്. ഒരു കൊച്ചു മുത്തച്ഛനോട് പറയാൻ പറ്റിയ വാക്കാടായി പറയാ. ഗർഭാലസിപ്പിക്കുന്ന ബിസിനസ്. ഗർഭോത്സവിക്കുന്നല്ലെന്ന് ഗർഭാലൈഫിന്റെ സ്ലിം ആകാനുള്ള മരുന്നിന്റെ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞത്. തടി കുറയ്ക്കാനോ? ആ, തടി കുറയ്ക്കാനുള്ളത്. മുത്തശ്ശ ചായ. ചായ വന്ന എന്തോ? എനിക്ക് ചായ എടുത്തില്ലേ? പിന്നെ നിനക്കാണെങ്കിൽ നീ പോയിട്ട് എടുക്കും. ആഹാ, എടി ഇതെന്റെ അമ്മയുടെ വീടാണ്. ഇവിടുത്തെ ചായക്കും പഞ്ചസാരക്കും എനിക്കും അധികാരമുണ്ട്. അധികാരമുള്ള ആള് വെള്ളവും ചായ പൊട്ടിട്ട് ചായ ഉണ്ടാക്ക്. ഞാൻ ഉണ്ടാക്കിയ ചായ നീ കുടിക്കത്തില്ല. നീ ഉണ്ടാക്കി ഞാൻ കുടിക്കത്തില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മുത്തച്ഛാ, കൊണ്ടുവന്നു. ഇതെന്താ വേറൊരു ടേസ്റ്റ്? കട്ടൻ ചായ കുടിച്ച് ഞാൻ അതിനകത്ത് കഷായം കുടിച്ച് വെച്ചാടാ. എനിക്ക് ചൂട് കഷായം. എടി നീ എന്താ പറഞ്ഞ? നീ ഞാൻ കുടിച്ച എടി ചായ കിട്ടില്ല, നീ കഷായം ഞാൻ കുടിക്കുന്നില്ലേ? നീ അതാദ്യം മനസ്സിലാക്കണം. മുത്തച്ഛ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. പരിപ്പുണ്ടോ? പരിപ്പുണ്ടോ? നിലയ്ക്ക് പിടിക്കുന്നുണ്ടോ? മുത്തച്ഛന്റെ കഷായം. സൂപ്പർ കഷായം. മുത്തച്ഛ എനിക്ക് ഇനിയും കഷായം വേണം. നീയൊക്കെ എന്റെ കൊച്ചുമക്കളാണ്, അതോ ഗുണ്ടകളാണ്? എടാ, നിന്റെയൊക്കെ തള്ളമാരെ എവിടെ പോയെന്ന് പറഞ്ഞ? ഗുരുവായൂർ പോയിക്കണ്. എന്തോ കാര്യത്തിന്? കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി 101 ശയന പ്രദക്ഷിണം ചെയ്യാൻ. അവള് ആരെ ഇങ്ങോട്ട് വിളിക്ക്. നിന്നെയൊക്കെ ഇവിടുന്ന് പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ 101 500 ശയന പ്രദക്ഷിണം ഞാൻ ഇവിടെ നടത്താം. ഇറങ്ങിപ്പോടാ കുരിപ്പുള്ള ഇവിടെ. നീ പോകുന്നില്ലേ? എനിക്ക് മുത്തച്ഛന്റെ കഷായം മതി. മുത്തച്ഛ